എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലെയറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു 400 ഗ്രാം കൊഞ്ച് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു മീഡിയം സൈസ് സവോള നീളത്തിലരിഞ്ഞത്, ഒരു 8 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ നമ്മൾ നോൺ വെജൊക്കെ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇല്ലെങ്കിൽ സവോളയുടെ അളവ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല പഴുത്തൊരു തക്കാളിയുടെ പകുതി, കുറച്ച് തേങ്ങാക്കൊത്ത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ടേബിൾ സ്പൂൺ നിറച്ച് എടുത്തിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി റെഡ് ചില്ലി ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ എരിവനുസരിച്ച് അതിന് മാറ്റം വരുത്താം. ഇനി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് വെക്കണം. നന്നായിട്ട് അമർത്തി തന്നെ ഇത് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതൊരു ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രം കുറച്ച് അടികട്ടിയുള്ളൊരു നല്ല പാത്രം എടുക്കുക. ഇതുപോലത്തെ ചട്ടിയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഇത് നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒട്ടും ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ കൊഞ്ചിയിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്നും കൂടി എല്ലാം ഒന്ന് റെഡിയായിട്ട് വരും. ഇപ്പോൾ ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊരു പാകമായിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് ഇറക്കാം. ഞാൻ പക്ഷേ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് മൂടി വെക്കണ്ട, നമുക്ക് തുറന്ന് വെച്ചാൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഈ കൊഞ്ചൊക്കെ ഒരുപാട് നേരം കുക്ക് ചെയ്യുന്ന അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്തെടുത്താൽ മതിയാവും. പക്ഷേ സ്ലോ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ചതച്ച കുരുമുളകാണ് ചേർക്കുന്നത്. ഇനി ഇതിനകത്തൊരു കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.